വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ. അധികം കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് വിശേഷങ്ങൾ മാത്രം. ഇന്നാണെങ്കിൽ ഒരു സൺഡേയും കൂടിയാണ്, അപ്പോൾ ഒരു സൺഡേ വ്ളോഗ് ആയിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എന്നും പതിവ് പോലെ തന്നെ നേരത്തെ നീച്ചിട്ടില്ല, കുറച്ച് നേരം വൈകിട്ടാണ് നീച്ചിട്ടോ. ഒന്ന് ഞായറാഴ്ചയൊക്കെ അല്ലേ, ഇന്ന് വർക്കൂല, ഏട്ടന് വർക്കൂല, കുട്ടികൾക്ക് സ്കൂളും ഇല്ല, തുമ്പിക്ക് അംഗനവാടിയിൽ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഇത് നേരത്തെ നീക്കണമെന്ന് വെച്ച് ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് നീച്ചത്. കുറച്ച് മടിയൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം പുതച്ചും മൂടി കടന്നുറങ്ങിയിട്ട് പെട്ടെന്ന് നീച്ചപ്പോൾ ഒരു ചെറിയ മടി. പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം എന്തായാലും ഒരു 6 മണിയൊക്കെ തന്നെ ആയിട്ടുള്ളൂ. നേരെ അങ്ങനെ വെളുത്ത് വന്നിട്ടൊന്നുമില്ല, എന്നാലും ഈ സമയത്തായിട്ട് നീച്ചു കേട്ടോ. ഞാൻ തലേ ദിവസം കിടക്കുമ്പോൾ മനസ്സിലുണ്ട് ഞായറാഴ്ച അല്ലേ നാളെ, അപ്പോൾ നേരെ വൈകിട്ടൊക്കെ നീച്ചാൽ മതിയെന്ന്. പക്ഷെ എന്തായാലും ഞാൻ നേരത്തെ നീച്ച അങ്ങനെ ശീലമായ കാരണം നേരത്തെ നമുക്ക് പിന്നെ ഞായറാഴ്ച ആയാലും ശനിയാഴ്ച ആയാലും തിങ്കളാഴ്ച ആയാലും ഒക്കെ എന്താ എല്ലാ ദിവസവും ഒരുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് വലിയ ചേഞ്ചൊന്നും ഇല്ല, ഒരു മാറ്റമൊന്നും ഇല്ലല്ലോ. എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അല്ലാതെ ഇപ്പോൾ എന്താ പറയുക, ഞായറാഴ്ച തന്നെ മറ്റ് സ്പെഷ്യലായിട്ടൊന്നും നമുക്ക് ചെയ്യാനായിട്ടില്ലല്ലോ. ഇതൊക്കെ തന്നെയല്ലേ പറയാനുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അകം പറയുമ്പോൾ ഈ അടുക്കള മാത്രം അടിച്ചു വരണുള്ളൂ, ബാക്കിയുള്ളിടത്തൊന്നും അടിച്ചു വരാനില്ല. അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ, ചായക്കല്ല കേട്ടോ, കാപ്പിക്കുള്ള വെള്ളമൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, പുറത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇരുട്ടാണ് കേട്ടോ. നല്ലോണം നേരം വെളുത്ത് വന്നിട്ടും ഇല്ല. എന്നാൽ എന്താ പറയുക, 6 മണി ആ ഒരു ടൈമൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു ചെറിയ തണുവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുറത്ത് ഇരുട്ട് കൂടുതലും കാണാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തത്തെ ലൈറ്റ് ഉണ്ടല്ലോ, അത് കത്തണില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അടിച്ചു പോയിട്ടൊന്നും ഇല്ല, അത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ അതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ കത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ ബൾബിന് എന്തോ ഒരു ഭ്രാന്ത് കയറിയൊക്കെയാണ്, ഇട്ട് വിടുമ്പോൾ കത്തില്ല. അവിടെ നിന്ന് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാലാണ് ആൾ കത്തുള്ളൂ. നേരെ വെളുത്ത് വന്നാൽ ലൈറ്റ് വേഗം കത്തും കേട്ടോ, ഇരുട്ടത്താണെങ്കിൽ കത്തൂല. അങ്ങനെയൊക്കെയാണ് കേട്ടോ ആ ബൾബിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക, ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാകുന്നില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ വേഗം അരിയായിട്ട് കഴുകിയിടാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്താ പറയുക, നമുക്ക് നേരത്തെ നീച്ചിട്ട് എനിക്ക് ജോലികൾ ചെയ്യാൻ തന്നെയാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. എനിക്ക് നേരം വൈകിട്ട് നീച്ച എന്താ പറയുക, പണികളൊന്നും നേരത്തെ ഒരുങ്ങൂല്ല. പിന്നെ ആകെ അന്നത്തെ ദിവസം മൊത്തം പോക്കായിരിക്കും ഉണ്ടാവുക. നേരത്തെ നീക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലികളെല്ലാം തീരും ചെയ്യും, ഒരു ആശ്വാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് അധികം ഈ 7 മണി 7:30 ആ ഒരു ടൈമിലൊന്നും ഞാൻ നീക്കാറില്ല കേട്ടോ. അങ്ങനെ നീച്ചിട്ടുള്ളൊരു ശീലമില്ല. അങ്ങനെ നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ മാത്രമേ കേട്ടോ ചെയ്യുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നീക്കുള്ളൂ. ഇവിടെ ഞാൻ അങ്ങനെ നേരെ വൈകിട്ട് നീക്കേണ്ട പരിപാടിയൊന്നും ഇല്ല കേട്ടോ. 6 മണി 6:30 അതിൻ്റെ ഉള്ളിൽ എന്തായാലും നീച്ചിട്ട് എനിക്ക് എല്ലാ ജോലികളും തീർക്കണം, എന്നാലാണ് എനിക്കൊരു സമാധാനം ആവുള്ളൂ കേട്ടോ. അതങ്ങനെ ശീലമായി പോയിട്ട് അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ 5 മണിക്കാണ് നീക്കിയ കാരണം കൊണ്ട് തന്നെ 5 മണിക്കാണ് ഞാൻ നീച്ച് കണ്ണു തുറന്നിട്ട് കിടക്കേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ ഫോണിൽ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ സമയത്ത് അതൊക്കെ ചെയ്തു. അങ്ങനെ 6 മണി വരെ എങ്ങനെയൊക്കെ കടന്ന് തള്ളി നീക്കിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചോറിനുള്ള അരിയൊക്കെ ഒന്ന് കഴുകി ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി എന്താ പറയുക, നമുക്ക് കുടിക്കാനുള്ള ചൂടുവെള്ളം ഒക്കെ ചോറും കാലത്തിൻ്റെ മേലെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം അത് ചൂടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ രാവിലെ നീച്ചിടുമ്പോൾ തുടങ്ങും ഇനി വെള്ളം കുടിക്കാനും എല്ലാം. അപ്പോൾ ഇവർക്ക് ചൂടുവെള്ളം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യാന്നറിയോ, ഉണ്ടാവുന്ന വേഗം പോയിട്ട് കപ്പെടുത്തിട്ട് അങ്ങോട്ട് വെള്ളം മുക്കി കുടിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒപ്പം വെക്കണത്, അല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല, പിന്നെ ചുമയും പനിയൊക്കെ വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ പൈപ്പ് വെള്ളം അല്ലേ, പച്ചക്കല്ല ചൂടാക്കിയിട്ടാണ് കുടിക്കണത്. ചൂടാക്കാതെ കുടിക്കണത് നന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചൂടാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചായ എന്ന് പറഞ്ഞത് കാപ്പിക്കുള്ള വെള്ളമൊക്കെ തിളച്ച് പറയുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ചായ തന്നെ കേട്ടോ വരുന്നത്, പക്ഷെ വെക്കണത് കാപ്പിയാണ് കേട്ടോ. അപ്പം അങ്ങനെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കാപ്പിയൊക്കെ റെഡിയാക്കി എടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിതാ ക്യാരറ്റും കിഴങ്ങും കൂടിയിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചോറും കറിയും പിന്നെ അതുപോലെ തന്നെ ഉപ്പേരിയും എല്ലാം അതും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോഴത്തെ നമ്മുടെ കുട്ടികളൊക്കെ നീച്ച് വന്നിട്ട് ആകെ തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അതിന് ശേഷം ഇതാ മുറ്റടിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ എന്താ പറയുക, ആകെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. നേരം വിളിച്ചാകുമ്പോൾ തന്നെ എന്താ പറയുക, 2 ദിവസമല്ല ഇന്നലെ തുടച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ തുടച്ചു. ഞാൻ തുടക്കുന്നുണ്ട്, അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒക്കെ തുടക്കുന്നുണ്ട് കേട്ടോ. 2 ആളിനെയും പുറത്തേക്ക് ആക്കിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ നല്ല വെയിൽ തെറിച്ചിട്ടുണ്ട് കേട്ടോ. മുറ്റത്ത് 8 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ സമയം, അധികമൊന്നും ആയിട്ടില്ല. ഞാൻ നേരത്തെ തന്നെ തുടച്ച് വെക്കുകയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അടിച്ചു വാരി കഴിഞ്ഞാൽ ആ കയ്യോട് കൂടെ തന്നെ എടുത്ത് തുടയ്ക്കണം. അല്ലെങ്കിൽ പിന്നെ അടിച്ചു വാരിയിട്ട് പിന്നെ നമ്മൾ തുടയ്ക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് തുടയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കുട്ടികൾ മണ്ണൊക്കെ ചവിട്ടി കയറ്റും, വീണ്ടും അടിച്ചു വാരണം.
അടിച്ചു വാരൽ വരുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ ഇവിടെ. കാരണം കുറേ അടിച്ചു വാരാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യോട് കൂടെ തന്നെ അത് തുടയ്ക്കാതെ വെച്ചു കേട്ടോ. രണ്ടെണ്ണത്തിനെ പുറത്തേക്ക് ആക്കിയെടുക്കുകയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ തുടക്കണേൻ്റെ ഇടയിൽ കൂടെ നടക്കുള്ളൂ. എനിക്കാണെങ്കിൽ തുടക്കണേൻ്റെ ഇടയിൽ കൂടെ നടക്കണമെന്ന് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അടിക്കലും തുടക്കലും എല്ലാതും കഴിഞ്ഞു നമ്മളിതാ പുറത്തേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇതാ തുണികൾ തിരുമ്പാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ പൈപ്പിൽ വെള്ളം വരുന്ന ദിവസമാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ അധികം തുണികൾ തിരുമ്പാനൊന്നും ഇല്ല, എന്നാലും കുറച്ച് തുണികൾ ഉണ്ട് കേട്ടോ. അത് നമുക്ക് എന്നുള്ള പോലെ തന്നെ അങ്ങനെ കുറേയൊന്നും ഉണ്ടാവാറില്ല. കാരണം ഞാനിങ്ങനെ ഇട്ട് കൂട്ടാറില്ലല്ലോ. ഡെയിലി തുണികൾ തിരുമ്പണ കാരണം കൊണ്ട് തന്നെ അധികം ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ തുണികളൊക്കെ തിരുമ്പൽ കഴിഞ്ഞു. പിന്നെ ഇതാ തുണികളൊക്കെ ഒന്ന് ഊരി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചൺ ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇവരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം അവർ വന്നിട്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവ ഇടയിൽ കൂടെ ഓടിക്കളിക്കുക അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചീത്ത പറഞ്ഞിട്ട് കേട്ടോ, വീഡിയോന് മുന്നിൽ കൂടെ ഓടിക്കളിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഇളക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. തുമ്പിക്കുട്ടി അല്ലെങ്കിൽ കിച്ചു ആരെങ്കിലും ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റാൾക്കും ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഇതാ തുണികളൊക്കെ തിരുമ്പി ഒക്കെ ഒന്ന് ഊരി പിഴിഞ്ഞെടുത്തു. രണ്ടാളും വെള്ളം കണ്ടു കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് മാറില്ല കേട്ടോ, വെള്ളത്തിൽ കളിച്ചും കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കണത് ഉച്ചയ്ക്ക് ഒരു 2 മണി 3 മണി ആ ഒരു സമയത്താണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും വിശേഷങ്ങൾ കാണിക്കാനായിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തല്ല ഉച്ച ഒരു 2:30 3 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് അട വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും അട ഉണ്ടാക്കണ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ പൊടി കുഴക്കിയ കാരണം കൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഇങ്ങനെ ഇലയിലാക്കുമ്പോൾ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നമ്മളൊരു സ്വല്പം എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലോ കൈ മുക്കിയിട്ട് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവും. പക്ഷെ നല്ല സോഫ്റ്റുള്ള അടയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. എന്തായാലും എന്താ പറയുക, ഇങ്ങനെ പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് നമ്മൾ എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് അല്ല ഉണ്ടാവുക. നമ്മൾ പച്ചപ്പൊടി കുഴക്കണേക്കാൾ ഭേദമാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം തൊട്ട് മുക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക കാരണം കൊണ്ട് എന്താ പറയുക, അടയൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ പരത്താനായിട്ട് പറ്റിയിട്ടുണ്ടാകും കേട്ടോ. ഇതിൻ്റെ കയ്യിലൊക്കെ കൂടി ഒട്ടിപ്പിടിച്ചിരിക്കണ കാരണം കൊണ്ടാണ് എൻ്റെ കയ്യിൽ കൂടെ തന്നെ പോരുന്നത് കേട്ടോ. ഇവർ രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ, ഈ ശർക്കര തേങ്ങയും കൂടി മിക്സ് ചെയ്ത സംഭവം ഇല്ല, അതിങ്ങനെ എടുത്ത് തിന്നും കൊണ്ട് തന്നെ ഇരിക്കാനുണ്ട്. ഞാനപ്പോൾ മാറ്റി വെച്ചതാണ്. രണ്ടാൾക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ കിച്ചുവിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അട തിന്നാൻ ഭൂതിയാവലാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അച്ഛനും മക്കളും വീട്ടിലിരുന്ന ദിവസം എനിക്കന്ന് പണി തന്നെ ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് ഞാൻ വെറുതെ ഇരിക്കുന്നത് കണ്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കടി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ ഏട്ടനാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തു തരുന്ന ആൾ. അപ്പോൾ നമ്മൾ അടയൊക്കെ എല്ലാതും റെഡിയാക്കി വെച്ചിരുന്നത്, ഇലയിൽ എല്ലാതും ആക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഇട്ടിച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇടയിൽ കൂടെ ചുമ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ. എൻ്റെ ചുമ ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ, മഞ്ഞ് കാരണം കൊണ്ടാണ് ഏറെ മാറാത്തത്. അപ്പോൾ എന്താ പറയുക, അതാണ് എൻ്റെ ശബ്ദത്തിനൊക്കെ ഒരു ചേഞ്ച്. എനിക്ക് സംസാരിക്കാൻ നേരം പോലെ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാ അട എല്ലാതും ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ പറഞ്ഞിട്ട് കൊള്ളിൽ ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്നാലും എല്ലാതും ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2-3 ട്രിപ്പായിട്ടൊക്കെ ഒരുപാട് സമയം പിടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ കുത്തി നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പക്ഷെ എല്ലാതും അതിൽ കൊണ്ടു കേട്ടോ. അങ്ങനെ അടയൊക്കെ ആയി. അട എല്ലാതും ആയിട്ടില്ല, 1-2 ആയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് വേണം പറഞ്ഞിട്ട് സഞ്ചാരം അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ എടുത്തിട്ട് പോകണ്ട. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ഒരെണ്ണം എടുത്ത് കൊടുത്ത് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അട എല്ലാതും ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ അടയൊക്കെ കഴിക്കാൻ വേണ്ടി അങ്ങനെ ഇരുന്നു. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.